ഇന്നത്തെ നോമ്പ് വിശേഷം കണ്ടാലോ? ഇന്നൊരു ഇറച്ചിപ്പത്തിരിയാണ് ആദ്യം തന്നെ ഉണ്ടാക്കാൻ പോകുന്നത്. ആദ്യം തന്നെ അതിലേക്ക് വേണ്ട മസാലയൊക്കെ തയ്യാറാക്കി വെക്കുകയാണ്. സാധാരണ സമൂസക്കൊക്കെ ഉണ്ടാക്കുന്ന മസാല പോലെ തന്നെയാണ് ഉണ്ടാക്കുന്നത്. സവാള, ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ വഴറ്റി അതിലേക്ക് മസാലപ്പൊടികളെല്ലാം ചേർത്ത് ഇനി ഇതിലേക്ക് ക്രഷ് ചെയ്ത ബീഫും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായി ഇളക്കി ഒന്ന് യോജിപ്പിച്ചാൽ ഇതിലേക്ക് വേണ്ട മസാല റെഡിയായി. ഇനി നമുക്കിത് അപ്പച്ചട്ടി വെച്ചിട്ട് ഇതുപോലെ ഒരു പാത്രം വെച്ച് കൊടുക്കാം. ഇതിലേക്ക് ഇത്തിരി എണ്ണ തൂക്കി കൊടുത്തിട്ട് നമ്മൾ മാവ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. ഇത് പച്ചരിയും തേങ്ങയും ജീരകവും ഒക്കെ അരച്ച് വെച്ച ഒരു മാവാണ്. ഇനി ഇതിലേക്ക് ഒഴിച്ചിട്ട് നമ്മൾ മസാല കൂട്ടി വെച്ച മസാല ഇതിൻ്റെ മേലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മസാല ഫുള്ളായിട്ട് ഇങ്ങനെ നിരത്തി ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഇതിൻ്റെ മേലെ കൂടെ ഒരു ലെയറും കൂടി വെച്ച് നന്നായിട്ട് ആവിയേറ്റി വേവിച്ചെടുത്താൽ നമ്മൾ ഇറച്ചിപ്പത്തിരി റെഡിയായി. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലൊക്കെ മുറിച്ച് നമുക്ക് കഴിക്കാവുന്നതാണ്. നല്ല ടേസ്റ്റുള്ളൊരു സ്നാക്സാണ്. എളുപ്പത്തിൽ ഉണ്ടാക്കുകയും ചെയ്യാം. എണ്ണയിൽ പൊരിച്ചെടുത്ത പോലെ ആവുകയില്ല. ഇപ്പോൾ അടുത്ത സ്നാക്സാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇതുപോലത്തെ ഒരു ബന്നാണ്. ഇതിലേക്ക് നമ്മൾ മസാല ഒക്കെ നിറച്ചിട്ട് ഒരു സ്നാക്സാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇതുപോലെ ഇതിൻ്റെ ഉൾഭാഗം ഇങ്ങനെ തുറന്നെടുക്കുക. എന്നിട്ട് അതിലേക്ക് കുറച്ച് മസാല ആദ്യം ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒരു കോഴിമുട്ടേൻ്റെ പകുതി കൂടെ വെച്ച് കൊടുക്കുക. എന്നിട്ട് വീണ്ടും കുറച്ച് മസാലയും കൂടി ഇട്ടെടുത്തിട്ട് ആദ്യം നമ്മൾ തുറന്ന ഭാഗം ഉണ്ടല്ലോ അത് ഒന്ന് വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് മൈദ വെച്ച് ഒന്ന് ഒട്ടിച്ച് കൊടുക്കുക. ഇനി ഇതൊരു പാനിൽ വെച്ചിട്ട് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഇതുപോലെ ഒന്ന് തിരിച്ചു മറിച്ചു വിട്ട് ഒന്ന് എരിയിച്ചെടുക്കുക. പണ്ട് എൻ്റെ അനിയന് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്നാക്സുകളിൽ ഒന്നായിരുന്നു കേട്ടോ അത്. ഇനിയിപ്പോൾ അപ്പോഴേക്ക് നോമ്പ് തുറക്കാനൊക്കെ ടൈമായി. ഇനിയിപ്പോൾ ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്ത് കൊണ്ടുവച്ച് ഇനി ഈ മെഷമൽ ഇതെല്ലാം കൊണ്ടുവച്ച് മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണല്ലോ. അതൊക്കെ പോലെ പണിയാട്ടോ. എല്ലാം മെഷമ കൊണ്ടുവയ്ക്കലൊക്കെ ബാങ്ക് കൊടുത്ത് എല്ലാവരും നോമ്പൊക്കെ തുറന്ന് ഇപ്പം നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ദോശ ഉണ്ടാക്കുന്നത്. ചൂടോടെ കഴിക്കാമെന്ന് പറഞ്ഞിട്ട് അപ്പം ഉണ്ടാക്കിയിട്ടില്ലായിരുന്നു. അപ്പോൾ ഇനിയിപ്പം ദോശയും ചിക്കൻ്റെ കുറുമക്കറിയുമാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷം. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.